ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിലെ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് രണ്ടാമതും പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. പല ആൾക്കാരും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചത് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കൈവിട്ട് പോയേക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് രണ്ടാമതും പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. പല സമയത്തും ഫേസ്ബുക്ക് നമ്മളോട് പാസ്വേഡ് ചോദിക്കാം. അപ്പോൾ അത് ഒന്നെങ്കിൽ നമ്മുടെ ഈ പേര് മാറ്റുന്ന ഫേസ്ബുക്കിന്റെ പേര് മാറ്റുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ആ ടൈമിന് നമ്മളോട് ചിലപ്പോൾ പാസ്വേഡ് ചോദിച്ചേക്കാം. അപ്പോൾ പല സമയത്തും നമുക്ക് ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ആവശ്യമായിട്ട് വരാറുണ്ട്. ആ സമയത്തൊക്കെ പല തരത്തിലുള്ള റോങ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേസ്ബുക്ക് തന്നെ സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള സെറ്റിങ്സിന്റെ ഒരു ലോഗോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മെറ്റ അക്കൗണ്ട് സെന്റർ. അതിൻ്റെ അടിയിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും പോകുന്നത്. നമ്മൾ വീണ്ടും ഇവിടെ താഴെയുള്ള പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസിൽ വരും. മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചേഞ്ച് പാസ്വേഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഏത് അക്കൗണ്ടാണ്, ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റ അക്കൗണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾക്ക് ഇവിടെ മുകളിലുള്ള ഈ അക്കൗണ്ടിന്റെ പാസ്വേഡാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ തന്നെ ചേഞ്ച് പാസ്വേഡ്, അതിൻ്റെ ഫസ്റ്റ് മുകളിലുള്ള ഓപ്ഷൻ ആ കോളത്തിൽ കറന്റ് പാസ്വേഡ്, നിലവിലുള്ള പാസ്വേഡാണ് നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ താഴെ ന്യൂ പാസ്വേഡ്, അതിൻ്റെ താഴെ റീടൈപ്പ് ന്യൂ പാസ്വേഡ്. ഓക്കെ, നമ്മൾക്ക് ഈ കറന്റ് പാസ്വേഡ്, നിലവിലുള്ള പാസ്വേഡ് നമ്മൾക്ക് അറിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇവിടെയുള്ള ഫോർഗോട്ട് യുവർ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കാം. ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ ഒരു 6 അക്ക നമ്പർ സെൻഡ് ആവുന്നതായിരിക്കും. ആ 6 അക്ക നമ്പർ നമ്മളിവിടെ കൊടുക്കാം. മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് വരും. അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പല ആൾക്കാരും അവരുടെ ഫോൺ നമ്പറാണ് പാസ്വേഡായിട്ട് വെക്കാറ്. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കുറച്ച് ലെറ്റർ, 3-4 ലെറ്റർ, അതിൻ്റെ കൂടെ ഒരു 2-3 അക്കങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഹാഷ്ടാഗോ അല്ലെങ്കിൽ ആൻഡോ അല്ലെങ്കിൽ അറ്റോ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സും വെച്ചിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നിലവിൽ അവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നതോടെ അപ്പോൾ പുതിയൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. പലപ്പോഴും പല ആൾക്കാരും പാസ്വേഡ് മറക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.